പക്ഷേ ഇവിടെ കൃഷിയിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്കുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ്, അതായത് അവരെ ഒരു 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 അഞ്ചാംകിട പൗരനായിട്ട് പോലും ശരിക്കും സമൂഹം കാണുന്നില്ല. സമൂഹം വലിയ കാര്യമായിട്ട് അനുദപിക്കുകയൊക്കെ ചെയ്യും. വലിയ കർഷകന് വരുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ സഹതപിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ അവന് വേണ്ട കൃത്യമായി നൽകേണ്ട കാര്യങ്ങൾ നൽകാൻ ഭരണകൂടങ്ങളോ സമൂഹമോ നമ്മളുടെ മറ്റ് സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല. ഇന്ന് 250 രൂപ വിലയുള്ള സാധനത്തിന് എനിക്ക് 500 രൂപ ലഭിക്കുന്ന ഒരു കർഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് 500 രൂപ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കിത് മാറ്റാൻ കഴിഞ്ഞത് ഈ കൃഷിയിൽ നിന്നും ടൂറിസത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോയതുകൊണ്ടാണ്. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെളിയൊക്കെ പിടിച്ച് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്ന അവനാണ് കർഷകൻ. നേരെ തിരിച്ച് ആ കൃഷിയിൽ നിന്ന് ഡൈവേഷൻ ഉണ്ടാക്കി അതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നവനെ കർഷകനായിട്ട് കാണുന്നില്ല, അവൻ ബിസിനസ്സുകാരനാണെന്നുള്ളതാണ് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം കൃഷി നിലനിൽക്കണം. കൃഷിയെ നിലനിർത്താൻ ഉതകുന്ന എന്താണോ ആവശ്യം അതിനെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. കൃഷി കേരളത്തിൽ ലാഭകരമല്ല, അതൊരു സത്യമാണ്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ആര് എങ്ങനെ പറഞ്ഞാലും അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. കൃഷി ഇന്ന് ലാഭകരമല്ല. ഞാൻ NK കുര്യൻ, ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കിൻ്റെ സംവിധായകനാണ്. അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ നമ്മുടെ പഴമയെയും കാർഷിക പഴമയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ എന്താ പറയുക നമ്മുടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി, അതല്ലെങ്കിൽ ജൈവ അവസ്ഥയുടെയൊക്കെ ഒരു പരിച്ഛേദം എന്നുള്ള രീതിയിലാണ്. അതിനെല്ലാം വീണ്ടും നമ്മൾ ആർക്കൈവ്സ് ചെയ്യുന്ന രീതിയിലേക്ക് പുതിയ തലമുറയ്ക്ക് അറിയില്ലാത്ത അങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, നമ്മുടെ പഴമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, നമ്മുടെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ, അതുപോലെ തന്നെ മതപരമായും നമ്മുടെ സാംസ്കാരികപരമായും നമ്മുടെ ഈ കൃഷിയും നമ്മുടെ മരങ്ങളും ചെടികളും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പഠിക്കാനും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാനും ഈ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഉപാധി കൂടിയാണ് മാങ്കമ്പുറോസ് അഗ്രികൾച്ചർ തീം പാർക്ക്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പ്രദേശത്തൊക്കെ ഒരുപാട് സസ്യതരങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്സ്യൽ ക്രോപ്സൊക്കെ വന്നതോടുകൂടി റബ്ബറും തെങ്ങൊക്കെ വ്യാപകമായതോടുകൂടി അതൊന്നും ഇല്ലാണ്ടായി. പിന്നീട് അത് ഇപ്പോൾ റബ്ബറൊക്കെ പോയി തുടങ്ങിയെങ്കിലും അതൊന്നും രണ്ടാമത് വരുന്നില്ല, രണ്ടാമത് പുനഃസൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെട്ട ആ സസ്യതരങ്ങളെല്ലാം നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ വനത്തിൽ പോയാൽ അതിനെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല വനത്തിൽ പോയി അത് കാണാനും ബുദ്ധിമുട്ടാണ്. കാരണം ചില നിയന്ത്രണങ്ങളൊക്കെ വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സസ്യത്തെ നമ്മൾ കണ്ണ് മറന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സസ്യത്തെയോ ഒരു മരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാനും പഠിക്കാനും അവസരം ഒരുക്കുന്ന രീതിയിലാണ് അഗ്രികൾച്ചർ തീം പാർക്ക് എന്നുള്ള കൺസെപ്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് ശരിയായ രീതിയിൽ അഗ്രികൾച്ചർ തീം പാർക്കിലേക്ക് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് തന്നെ കൃഷിയായി ബന്ധപ്പെട്ട ചില ഇൻസിഡൻസിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളൊരു കൃഷി ചെയ്തു വരുമ്പോൾ അത് വിൽപ്പനയ്ക്ക് തയ്യാറായി വരുമ്പോൾ അതിൻ്റെ ഒരു വിൽപ്പന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വിലയില്ലാതാകുന്നൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ആകെ കണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ ഏത്തവാഴ വെച്ചത് വെട്ടി ഓണക്കാലമാകുമ്പോഴത്തേക്ക് അതിന് വിലയില്ല. റംബൂട്ടാൻ വെച്ചാൽ അത് നമ്മൾ വിളവെടുക്കുന്ന കാലത്തേക്ക് അത് നമുക്ക് വിലയില്ലാതെ വരുന്നു. ആ ഒരു പ്രശ്നം കർഷകർ വർഷങ്ങളായിട്ട് ഏതാണ്ട് അടുത്തൊരു 10-60 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷമായിട്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇവിടെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അത് കാണാൻ വരുന്നവരിൽ അതിൻ്റെ ആ പ്രവൃത്തികൾ കാണാൻ വരുന്നവരിലേക്ക് അത് വിൽക്കാനും അതുണ്ടാക്കുന്ന ഉപോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവർക്ക് തന്നെ നൽകി അതിലൂടെ ഈ ഒരു കൃഷിയെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാങ്കമ്പുറോസ് അഗ്രികൾച്ചർ തീം പാർക്ക് 2003 നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് പല കടമ്പകളും കടന്ന് ഇന്നത് ഒരു പ്രായോഗിക തലത്തിൽ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മാങ്കമ്പുറോസിനെ സംബന്ധിച്ച് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിനെ പറ്റി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. മാങ്കമ്പുറോസിൽ ഏതാണ്ട് 4800-ലധികം സ്പീഷീസ് പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന എല്ലാ സ്പീഷീസും മാങ്കമ്പുറോസിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
അതിൽ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ വിദേശത്തു നിന്നുള്ള ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പഴവർഗ്ഗങ്ങളും മറ്റ് ചെടികളും ഇതെല്ലാം നമുക്കിവിടെ വരുന്ന ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ ബോർഡുകളിൽ അവർ അതിൻ്റെ ശാസ്ത്രീയ നാമവും അതിൻ്റെ ലോക്കൽ നെയിംസും എല്ലാം ആലേഖനം ചെയ്ത് അതിൻ്റെ പ്രത്യേകതകളുള്ള അതിനെപ്പറ്റിയുള്ള പ്രത്യേകതകളോ അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ പ്രത്യേകമായി ബോർഡ് ചെയ്ത് ഇതെല്ലാം ആൾക്കാർക്ക് ഒരു അറിവിൻ്റെ ഇതും കൂടെയാണ്. അതായത് വിനോദത്തിലൂടെ അറിവ് നേടുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് കഴിക്കുന്ന കറികളിൽ, ഇന്നിപ്പോൾ സാമ്പാറോ അല്ലെങ്കിൽ അവിയലോ അവരെന്താണോ ഭക്ഷണം കറി അവർ കഴിക്കുന്ന കറികളിൽ ഉപയോഗിക്കുന്ന കഷ്ണങ്ങൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പോലും അവർക്കറിയില്ല. അതെങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല അറിവുണ്ട്, നമ്മുടെ പഴയ തലമുറയേക്കാൾ നല്ല അറിവുള്ള കുട്ടികളാണ്. പക്ഷേ ടെക്നോളജിയിലാണ് അവർക്ക് അറിവ്. നമ്മളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്കോ നമ്മുടെ കാർഷിക വൃത്തിയിലേക്കോ അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ അവരത് ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ആ പഴമയോ ആ കാർഷിക അറിവുകളോ ഇന്ന് പകർന്നു നൽകാനുള്ള സംവിധാനങ്ങളില്ല. കൃഷിയെപ്പറ്റി പഠിക്കാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ കൃഷിയെയും ജൈവാവസ്ഥയെയും അവർ വിനോദത്തിലൂടെ തന്നെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. അതാണ് നമ്മൾ മാങ്കമുടസ് നൽകുന്ന കുട്ടികൾക്ക് നൽകുന്ന, അല്ല വരും തലമുറയ്ക്ക് നൽകുന്നത്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരുന്നു, അല്ലെ സ്കൂളിൽ നിന്ന് എക്സ്കർഷനായിട്ട് വരുന്നു. അവരിവിടെ വിനോദത്തിലൂടെ അവർ സൈക്കിൾ ചവിട്ടി പോകുമ്പോഴും അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കാണുന്നത് ഈ ഒരു അവർ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ്. അപ്പോൾ ഈ പാഠങ്ങളെ നമ്മൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയ അറിയാതെയാണെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് അവരറിയാതെ തന്നെ അവരിലേക്ക് അറിവിനെ നമ്മൾ നിറച്ചു കൊടുക്കുന്നുണ്ട്. മാങ്കമുടസിൽ ശരിക്കും അത് വരുന്നവർ ഇതുവരെ മനസ്സിലാക്കാത്ത, എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവർ ഇതിനകത്ത് എന്തൊക്കെ കളികളുണ്ട്, എന്തൊക്കെ റൈഡ്സ് ഉണ്ട് എന്നാണ് പലരും പരിശോധിക്കുക. പക്ഷേ ഇതിനകത്ത് അവരുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു അറിവ്, അത് അവർക്കോ അല്ലെങ്കിൽ ആ സ്കൂളുകൾക്കോ നൽകാൻ കഴിയാത്ത വലിയൊരു അറിവിനെ, അല്ലെങ്കിൽ അവർക്ക് ഇന്നുവരെ കാണാൻ കഴിയാത്ത ഒരുപാട് സസ്യജാലങ്ങളെ, അതൊക്കെ എങ്ങനെ നട്ടു വളർത്തുന്നു, എങ്ങനെയാണ് അതിന് ഫലമുണ്ടാകുന്നത്, എങ്ങനെയാണ് അത് വളർത്തുന്നത്, ഇതെല്ലാം നമ്മളൊരു ഗൈഡിങ്ങിലൂടെ അവർക്ക് ആദ്യം തന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറോ അരമണിക്കൂറോളം എടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ 100ഓളം ഗൈഡ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 ആൾക്കാർ, ആണുങ്ങളും പെൺകുട്ടികളുമായിട്ട് 100 ഗൈഡ്സ് ഇവിടെ, 100ഓ 100-ലധികമോ ഉണ്ട്. ആൾ കൂടുന്ന സമയത്ത് 100-ലധികം ഉണ്ടാവും, കുറയുമ്പോൾ കുറച്ച് കുറയും. അങ്ങനെ ഇത്രയും പേരെ നമ്മളിവിടെ വെച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട്, കുട്ടികളെ വിവരങ്ങൾ നൽകാനായിട്ടൊക്കെ നമ്മളിവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഇവിടെ ഒരു 6 ഷോർട്ട് ടൈം കോഴ്സ് നമ്മുടെ സാബു സാറ് വൈസ് ചാൻസലർ എന്നപ്പോഴത്തേനും പ്രഖ്യാപിച്ചതാണ്. ഒപ്പം വിദേശ സർവകലാശാലകളടക്കം നിരവധി കോളേജുകൾ, ക്രൈസ്റ്റ് കോളേജ്, അതുപോലെ തന്നെ ഡൽഹി JNU അടക്കമുള്ള സകല കോളേജുകളിൽ നിന്നും ഇവിടെ ട്രെയിനിങ് ചെയ്യാനായിട്ടും പ്രോജക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ്ങിനായിട്ടും അഗ്രികൾച്ചർ കോളേജുകളിൽ നിന്ന് ട്രെയിനിങ്ങിന് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നൊരു സെൻറ്റർ കൂടെയാണ് മാങ്കമുടസ്. ഇന്ന് UP നിന്നും രാജസ്ഥാനിൽ നിന്നും വിവിധ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് ഇത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ വന്ന് ചെയ്യുന്നുണ്ട്. അവർ ഓരോ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം വെബ്സൈറ്റിലൊക്കെ അത് നിങ്ങൾക്ക് കാണാനും കഴിയും. കൂടാതെ നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ വിവിധ ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജുകളിൽ നിന്നെല്ലാം ഇതിനകം ഏതാണ്ട് 200ഓളം കോളേജുകൾ ഇവിടെ ട്രെയിനിങ്ങിനായിട്ടും അതുപോലെ തന്നെ പ്രോജക്റ്റ് ചെയ്യാനായിട്ടൊക്കെ മാങ്കമുടസിൽ എത്തുകയും അത് വിവിധ തരത്തിൽ, അത് കൃഷി മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി, കൃഷി, വ്യവസായം, പിന്നെ നമ്മുടെ മീൻ വളർത്തൽ എന്ന് വേണ്ട എല്ലാം നമുക്കിവിടെ മാങ്കമുടസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതൊന്നുമില്ല. എല്ലാ തരത്തിലുള്ള നോളജും ഇവിടുന്ന് ആൾക്കാർക്ക് ലഭിക്കും. എല്ലാം ഉണ്ട് ഇവിടെ. കൃഷിയിൽ തന്നെ അഗ്രികൾച്ചറുണ്ട്, ഹോർട്ടിക്കൾച്ചറുണ്ട്, ഫിഷറീസ് ഉണ്ട്, വെറ്റിനറി ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഫോറസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിൻ്റെ എല്ലാ വിഭാഗവും ഉണ്ട്. ഫോറസ്ട്രി, നമ്മുടെ കോട്ടയത്തെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഇവിടുന്ന് സീഡ് കളക്ട് ചെയ്യാറുണ്ട്. അതായത് ജൂൺ 5-ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ വൽക്കരണത്തിന്, വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട സീഡുകൾ, വനത്തിൻ്റെ വിത്തുകൾ, വനവൃക്ഷങ്ങളുടെ വിത്തുകൾ കോട്ടയം ഫോറസ്ട്രി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഇവിടുന്ന് കളക്ട് ചെയ്യാറുണ്ട്. ആ അർത്ഥത്തിൽ പോലും നമുക്ക് സമൂഹത്തിന് ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ മാങ്കമുടസിന് ചെയ്യാൻ കഴിയുന്നുണ്ട്.
പലതരത്തിലുള്ള വാട്ടർ തീം പാർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ടർ തീം പാർക്കാണ് മാങ്കമുഡോസ് എന്ന വിചാരത്തിലെ തീം എന്നുള്ള മാങ്കമുഡോസ് അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ തീം ഉള്ളത് കൊണ്ട് വാട്ടർ തീം പാർക്കാണെന്ന് വിചാരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു ബോർഡ് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ. അതായത് ഒരു വാട്ടർ തീം പാർക്കല്ല, വാട്ടർ തീം പാർക്കാണ് നിങ്ങൾ ഉദ്ദേശിച്ച് വരുന്നതെങ്കിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്നുള്ള രീതിയിൽ വലിയ ബോർഡ് 2-3 സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു തെറ്റിദ്ധാരണയോടുകൂടി ആരും വരണ്ട. ഇവിടെ നമ്മൾ നൽകുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ കാർഷിക പഴമ, നമ്മുടെ കാർഷിക രീതികൾ, പുതിയ കാർഷിക രീതികൾ, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നൽകുന്നത്. അതിലൂടെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഗെയിമുകൾ, അതായത് സൈക്ലിങ്, ഗോകാർട്ട്, ട്രാംപോലൈൻ, അതുപോലെ തന്നെ നമ്മുടെ വള്ളം തുഴയൽ, ശിക്കാരി വള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അമ്പെയ്ത്ത്, ഷൂട്ടിങ്, ഇങ്ങനെയുള്ള വലിയ അപകട സാധ്യത ഇല്ലാത്ത ചെറിയ ചെറിയ റൈഡുകളാണ് നമ്മളിവിടെ നൽകുന്നത്. കൂടാതെ തന്നെ നമ്മളിത് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഇത് നമ്മളുടെ വയോജനങ്ങൾക്കും കൂടെ ഉൾപ്പെടുത്തത്തക്ക രീതിയിലാണ് മാങ്കമുഡോസ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വയോജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് ഇപ്പോൾ മാങ്കമുഡോസ്. കാരണം വയോജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ, ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കും ഇന്ന് കേരളത്തിൽ വേറെയില്ല, മാങ്കമുഡോസ് അല്ലാതില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതും, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകടകരമായ റൈഡിൽ പോകാനോ, ഒരുപാട് ആയാസപ്പെട്ട് കുന്നും മനയൊക്കെ കയറാനോ ഒന്നൊക്കെ ബുദ്ധിമുട്ടുള്ള വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പെൻഷനേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന വയോജനങ്ങൾ താമസിക്കുന്ന ഹോമുകളിൽ നിന്നുമൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രത്യേക രീതിയാണ് അവർക്ക്. കാരണം അവർ പണ്ട് കണ്ടു മറന്ന അവരുടെ നൊസ്റ്റാൾജിയൊക്കെ വർക്കൗട്ട് ആകുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടുത്തെ. അപ്പോൾ ഇതെല്ലാം കാണുകയും അതുപോലെ തന്നെ അവർ പല ആൾക്കാരും പെൻഷനായ ആൾക്കാർ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, ഇപ്പോൾ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ 10, 30, 40 പ്രാവശ്യം വന്ന ആൾക്കാരെ നമുക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷനുണ്ട്. വീട്ടിലൊരു കൺഫ്യൂഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബോറടി തോന്നുമ്പോഴോ നേരെ ഇങ്ങോട്ട് പോരും. ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഗൈഡിങ് നമ്മൾ കൊടുക്കാറില്ല. കാരണം സ്ഥിരം വരുന്നവരാണ്. അവർ വന്ന് കുറേ നേരം ചുറ്റിക്കറങ്ങും, ഏതെങ്കിലും മരത്തിൻ്റെ ചുറ്റിക്കറന്ന് കുറേ നേരം ഉറങ്ങും, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ആകുമ്പോൾ അവർ പോകും. അവർ റീഫ്രഷ് ആകുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു 1.5 മാസം അവർ വീട്ടിൽ ഇരുന്നതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു റീഫ്രഷ് ആകുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പല ആൾക്കാരും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ തലമുറയ്ക്കും 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വയോജനങ്ങൾക്കും വികലാംഗർക്കും അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച പോലുള്ള കുട്ടികൾക്കും അന്ധബധിര കുട്ടികളടക്കമുള്ള എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വികലാംഗരായ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടിസം പോലെ സുഖമില്ലാത്ത കുട്ടികളുടെ ഹോമുകളിൽ നിന്ന് വലിയ തോതിലാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം മറ്റൊരു സ്ഥലം അവർക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവിടെ പോയി ഒരു അരമണിക്കൂറുള്ളിൽ തിരിച്ചു പോരണം. അധികം നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നാൽ അവർ 9 മണിക്ക് വന്നാൽ, 10 മണിക്ക് വന്നാൽ 5 മണിക്ക് പോകാൻ മാത്രത്തിലുള്ള ഏരിയ ഉണ്ട്. ഇവിടെ നടക്കാം. അതുപോലെ തന്നെ അവർക്ക് അപ്പോൾ വീൽ ചെയറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ സ്റ്റാഫുണ്ട്, സ്റ്റാഫ് ഉന്തിക്കൊണ്ട് നടക്കും. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക്, അത് ഏത് മേഖലയെന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുകളോ അവരുടെ പ്രായമോ അവരുടെ ജെൻഡറോ ഒന്നും വിഷയമല്ല. അതുപോലെ സ്ത്രീകൾ, കുടുംബശ്രീയിൽ നിന്ന്, കാരണം ഇപ്പോൾ നമ്മുടെ വാട്ടർ തീം പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ കുടുംബശ്രീയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വയസ്സ് നമ്മുടെ മലയാളി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പോസ് ചെയ്യാൻ തയ്യാറായില്ല. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിൽ ചാട്ടിൽ അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങൾ, സ്ത്രീ വിഭാഗങ്ങളാണ് ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കും സുരക്ഷിതത്വം, അതുപോലെ തന്നെ കാര്യമായി ആ ഒരു അപകട സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ രീതിയിലുള്ള ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാങ്കമുഡോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഒരു ഫാം ഹൗസ് എന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാമിംഗ് എനിക്ക് വലിയ താല്പര്യമായിരുന്നു, കൃഷിയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നുകൊണ്ട് വിദേശത്ത് ഞാൻ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സ്ഥലം വാങ്ങി ഇവിടെ പശു, കോഴി, താറാവ്, അങ്ങനെ കപ്പ, തെങ്ങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്ന ഘട്ടത്തിലാണ്
ഒരു ഘട്ടത്തിൽ ഒരു മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കപ്പ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില ഇഷ്യൂസ്. അതായത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സാധനത്തിന് വില കിട്ടുന്നില്ല. 250 രൂപ മാർക്കറ്റിൽ വിലയുള്ള സാധനം നമ്മൾ കൊടുത്താൽ കിട്ടുക ചിലപ്പോൾ 25 രൂപ 5 രൂപയൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഇത് ഒരു ഒരു ടൂറിസം കേന്ദ്രമാകണം, ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കഴിക്കുന്ന മൂല്യവർദ്ധിതമായി ഉണ്ടാക്കുമ്പോൾ വാങ്ങിക്കഴിക്കുന്ന രീതിയിലേക്ക് വരണമെന്നുള്ള ചിന്ത ഉടലെടുക്കുന്ന 2004, 2005, 2006 കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് നമ്മളിത് ടൂറിസത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കി തുടങ്ങിയത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി നിർത്തുക എന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. കൃഷിയിൽ നിന്ന് മറ്റൊരു കാര്യം എനിക്ക് ചെയ്യാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദേശത്ത് നിന്ന് വന്നാൽ തിരിച്ചു വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏക കാര്യം കൃഷിയായിരുന്നു. കൃഷിയിൽ നിന്ന് ഞാൻ എൻജോയ് ചെയ്യുന്നതിലും കൃഷിയിൽ തന്നെയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലോ കൃഷിയിലുമാണ് എൻ്റെ ഒരു മനസ്സന്തോഷം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമുക്ക് ജീവിക്കാനും നിലനിൽക്കാനും നമ്മുടെ തലമുറയെ വളർത്താനൊക്കെ നമുക്ക് പൈസ വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിദേശത്ത് പോയതും മറ്റ്. പക്ഷേ ഇവിടെ കൃഷിയിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്കുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ്, അതായത് അവരെ ഒരു 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 അഞ്ചാംകിട പൗരനായിട്ട് പോലും ശരിക്കും സമൂഹം കാണുന്നില്ല. സമൂഹം വലിയ കാര്യമായിട്ട് അനുദപിക്കുകയൊക്കെ ചെയ്യും. കർഷകന് വരുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ സഹതപിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ അവന് വേണ്ട കൃത്യമായി നൽകേണ്ട കാര്യങ്ങൾ നൽകാൻ ഭരണകൂടങ്ങളോ സമൂഹമോ നമ്മളുടെ മറ്റ് സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു അഗ്രികൾച്ചർ ഫാമിനെ അതൊരു പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ സ്വയം പര്യാപ്തമായി ഇതിനെ നിലനിർത്തുക. ഈ ഒരു ഫാമിനെ ആ വരുമാനത്തിൽ നിന്നും ഇവിടെ ഒരു രീതിയിലും വില കുറയ്ക്കാൻ ഇൻ്റർമീഡിയറ്റ്സിന് സാധിക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മീൻ 250 രൂപ മാർക്കറ്റ് വിലയുണ്ടെങ്കിൽ 250 രൂപയ്ക്ക് തന്നെ വിൽക്കത്തക്ക രീതിയിലേക്കുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാനിലൂടെയാണ് മാങ്കോസ് അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്കിപ്പോൾ 178-ലധികം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറിയുണ്ട്, മുട്ടയുണ്ട്, പാല് എന്ന് വേണ്ട എല്ലാം, കോഴി, മുട്ടക്കോഴി, ഇറച്ചിക്കോഴി. നമ്മൾ സമൂഹത്തിൽ ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കുന്ന എല്ലാത്തരം അഗ്രികൾച്ചർ ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് പച്ചക്കറിയൊക്കെ നമ്മുടെ പുറത്തൊരു സ്റ്റാളുണ്ട്, അവിടുന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ട് പോകാം. പഴവർഗ്ഗങ്ങൾ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലാണ് നമുക്കൊരു 700-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ ഇവിടുന്നാണ്. പരമാവധി സാധനങ്ങൾ, ഇപ്പോൾ കടൽ മത്സ്യങ്ങൾ പോലുള്ളതല്ലാത്ത പരമാവധി സാധനങ്ങൾ നമ്മൾ ഇവിടുന്നാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അന്ന് നേരിട്ട ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ വിൽക്കാൻ നേരത്ത് നമ്മളിത് പിടിച്ച് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് കളക്ട് ചെയ്ത് വിൽക്കുന്ന സമയത്ത് വില കുറയുന്ന ആ ഒരു സംഭവം മാറിയിട്ട് വില ഇരട്ടിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് 250 രൂപ വിലയുള്ള സാധനത്തിന് എനിക്ക് 500 രൂപ ലഭിക്കുന്ന ഒരു കർഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് 500 രൂപ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കിത് മാറ്റാൻ കഴിഞ്ഞത് ഈ കൃഷിയിൽ നിന്നും ടൂറിസത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോയതുകൊണ്ടാണ്. നമ്മളിത് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് വളരെ കുറവാണ്. ചെറിയ ഫാമുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഫാമിൽ നിന്ന് ഇതൊരു വരുമാനത്തിൻ്റെ മാർഗമായി മാറ്റത്തക്ക രീതിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇത് കണ്ട് അതിൽ നിന്നും വരുമാനത്തെ ഉണ്ടാക്കാനും തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമായി നൽകത്തക്ക രീതിയിലൊരു സംവിധാനമൊന്ന് കേരളത്തിലോ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറിയതോടുകൂടി ഈ വലിയ തോതിൽ, അതായത് 1.5 കോടി രൂപയുടെയൊക്കെ ടേൺ ഓവർ ഒരു മാസം വരത്തക്ക രീതിയിലേക്ക് മാങ്കമുടസിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 കോടിയിലധികം ഒരു വർഷം ടേൺ ഓവർ വരത്തക്ക രീതിയിലേക്ക് മാങ്കമുടസിന് വരാൻ കഴിഞ്ഞത് അതിലൂടെ 300-ലധികം ആൾക്കാർക്ക് സ്ഥിരമായി പെർമനൻ്റായിട്ട് 300-ലധികം ആൾക്കാർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നു. ഒപ്പം ഈ പരിസരവാസികൾ വണ്ടി ഇടുന്നവർക്ക് പോലും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം റബ്ബറൊക്കെ വെച്ചിരിക്കുന്നിടത്തൊക്കെ കയറ്റി വണ്ടി ഇടുന്നവർക്ക് പോലും സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കുന്നു. ആ അർത്ഥത്തിൽ അതുപോലെ തന്നെ നമ്മളിവിടെ ഒന്നും ഒരു രീതിയിലും മാങ്കമുടസ് നമ്മുടെ സമൂഹത്തിനോ ഭൂമിക്കോ യാതൊരുവിധ ദോഷങ്ങളും നൽകുന്നില്ല. ഒരു രീതിയിലുള്ള പൊല്യൂഷൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരു രീതിയിലും ഒരു സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ പന്നിക്ക് നൽകി, പന്നിയുടെ അവശിഷ്ടങ്ങൾ വളമായി പോയി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതൊരു സീറോ വേസ്റ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവുകയും എല്ലാം ഇവിടെ മൂല്യവർദ്ധിതമായും അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് മാറത്തക്ക രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ മാങ്കമുടസിന് സാധിച്ചിട്ടുണ്ട്. അതൊരു മാതൃകയായി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ അത് ചെറുതും വലുതുമായ പ്രോജക്റ്റുകൾ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നതിൽ മാങ്കമുടസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവുമുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് കേരളത്തിൻ്റെ മീഡിയയുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അധികാരികളുടെ ആണെങ്കിലും
ഉദ്യോഗസ്ഥരാണെങ്കിലും ആ ഒരു കൺസെപ്റ്റ് മാറേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെളിയൊക്കെ പിടിച്ച് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്ന അവനാണ് കർഷകൻ. നേരെ തിരിച്ച് ആ കൃഷിയിൽ നിന്ന് ഡൈവേഷൻ ഉണ്ടാക്കി അതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നവനെ കർഷകനായിട്ട് കാണുന്നില്ല, അവൻ ബിസിനസ്സുകാരനാണെന്നുള്ളതാണ് പറയുന്നത്. ഇതെന്തൊരു കൃഷി എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 നല്ല കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം കൃഷി നിലനിൽക്കണം. കൃഷിയെ നിലനിർത്താൻ ഉതകുന്ന എന്താണോ ആവശ്യം അതിനെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് ശരിക്കും നമ്മുടെ കൺസെപ്റ്റ് എല്ലാം മാറേണ്ടിയിരിക്കുന്നു. കൃഷി കേരളത്തിൽ ലാഭകരമല്ല, അതൊരു സത്യമാണ്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ആര് എങ്ങനെ പറഞ്ഞാലും അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. കൃഷി ഇന്ന് ലാഭകരമല്ല, ഈ ഒരു കൃഷിയും ലാഭകരമല്ല. ഒരു കൃഷി ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ റംബുട്ടാൻ ആയി വരുന്ന കാലത്ത് കുറച്ച് പേരെ വെക്കുന്നുള്ളത് കൊണ്ട് അത് ലാഭകരമാകും. പക്ഷേ കുറേ ആൾക്കാർ അധികം വെച്ച് കഴിയുമ്പോൾ അത് ലാഭമല്ലാതാകുന്ന ഒരവസ്ഥയാണ്. നമുക്ക് വാനിൽ നിന്നും കൊക്കോയിൽ നിന്നും ഒക്കെ നമുക്ക് ആ അനുഭവം ഉള്ളതാണ്. ആ അനുഭവത്തിൽ നിന്നൊക്കെ മനുഷ്യൻ ഇപ്പോഴും പഠിച്ചിട്ടില്ലെന്നുള്ളതാണ്. ശരിക്കും നമ്മളുടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കേരളത്തിൻ്റെ കൺസെപ്റ്റേ മാറണം, കേരളത്തിൻ്റെ പോളിസി തന്നെ മാറണം. കൃഷിയോടുള്ള പോളിസി തന്നെ മാറി കൃഷിയും ടൂറിസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കേരളത്തിലെങ്കിലും. തമിഴ്നാട്ടിൽ വ്യത്യസ്തമാണ് സാഹചര്യം. തമിഴ്നാട്ടിലെ രീതിയല്ല, തമിഴ്നാട്ടിലെ വെയിലല്ല, തമിഴ്നാട്ടിലെ കാലാവസ്ഥയല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തിലധികം മഴ പെയ്യുന്ന സ്ഥലത്ത് നമ്മൾ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യാനോ ആന്ധ്രയായിട്ട് കമ്പയർ ചെയ്യാനോ കർണാടകയായിട്ട് കമ്പയർ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂപ്രകൃതിക്കും നമുക്കിവിടെ മരങ്ങൾ പൂർണ്ണമായും തമിഴ്നാട്ടിലെ പോലെ വെട്ടിക്കളഞ്ഞ സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമുക്ക് തണൽ അധികമുള്ള സ്ഥലമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും മരങ്ങൾ വെട്ടിക്കൊണ്ട് നമുക്ക് പച്ചക്കറി നടാനോ ഒന്നും സാധിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, കേരള ഗവൺമെൻറ്റോ കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ മീഡിയ അടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റേ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ ഓരോ ചെറിയ കർഷകരിലേക്കും ഒരു ടൂറിസം എലമെൻറ്റിനെ ആഡ് ചെയ്യുകയും അവൻ്റെ വീട്ടിലൊരു റൂം സെപ്പറേറ്റ് ഒരു ടൂറിസ്റ്റിന് താമസിക്കത്തക്ക രീതിയിലേക്ക് ഏർപ്പാട് ചെയ്യുകയും അവൻ്റെ ഉൽപ്പന്നങ്ങൾ അതിൽ ഉൽപ്പാദിപ്പിക്കുകയും പോളിസിയിൽ നമ്മളതിന് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. ഓരോ കാര്യത്തിനും ചെയ്യുന്നത് പോലെ തന്നെ വ്യക്തമായ ഒരു ടീമിനെ വെച്ച് പഠിച്ച് ആ റെഗുലേഷനകത്ത് നമ്മൾ കൃത്യമായി പറയുക, ഒരു ടൂറിസം പ്രോജക്റ്റ്, അത് അഗ്രി ടൂറിസം പ്രോജക്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ തീം പാർക്ക് അല്ലെങ്കിൽ ഒരു അഗ്രി ടൂറിസം പ്രോജക്റ്റ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൻ്റെ ഏരിയയ്ക്കനുസരിച്ച് ഇത്ര കിലോ ഉൽപ്പാദനം, ഇത്ര ഏരിയ കൃഷി ചെയ്യണമെന്നുള്ള ഒരു വ്യവസ്ഥ അതിനകത്ത് വെക്കുകയും ചെയ്താൽ ഒന്നും അറിയാതെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇവിടെ ആവശ്യമില്ല, അവിടെ കേരളത്തിൽ ആവശ്യത്തിലധികം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും കൃഷി നല്ല രീതിയിൽ വൈവിധ്യമാർന്ന രീതിയിൽ കൃഷി വ്യാപിക്കുകയും ചെയ്യും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയായി മാറുകയാണ്, അവരുടെ കടമയായി മാറുകയാണ് ഈ കൃഷി എന്നുള്ളത്. കാരണം അവർക്ക് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കണമെങ്കിൽ ഈ കൃഷി ചെയ്തേ മതിയാവും. ഈ കൃഷി ചെയ്താലാണ് അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം, ഒന്നത് ബാധ്യത, രണ്ട് വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷി കാണാനും അതിൽ നിന്നുള്ള ആനന്ദം, അതിനകത്ത് മുളകോ എന്താണോ പറിച്ചെടുക്കുന്നത് ആ പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മീനോ ഒക്കെ ചൂണ്ടയിട്ടോ ഒക്കെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവും കൂടെ അവർ നൽകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോളിസി കൊണ്ടുവരികയും കൃഷി സെപ്പറേറ്റ് ആയിട്ട് വിടാതെ അതിനകത്തേക്ക് ടൂറിസം ഡെവലപ്മെൻറ്റിനെയും കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ കേരളം ഇന്ന് കാണുന്ന അവസ്ഥ, കാരണം കേരളത്തിൽ മറ്റൊരു കാര്യവും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ രീതിയല്ല നമ്മുടെ കേരളത്തിൽ. അതിപ്പം ആരുടെ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ടൂറിസം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ടൂറിസം നമുക്ക് വരുമാനം വരുന്നുണ്ട്, നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും സംസ്കാരത്തിനോ കേരളത്തിനോ ഒന്നും ഉണ്ടാകാത്തൊരു കാര്യമാണ് നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസത്തെയും കൃഷിയെയും ചേർത്തുകൊണ്ട് ഒരു പോളിസി ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ അത് വരും തലമുറയ്ക്കും നമ്മുടെ ഭാവിക്കും കേരളത്തിൻ്റെ ഭാവിക്കുമൊക്കെ ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. കേരളത്തിലെ ടൂറിസം പുതിയതായിട്ട് ഇപ്പോൾ ഒരുപാട് കേന്ദ്രങ്ങൾ, ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചെറുതായി പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഞാനിപ്പോൾ ഒരു മാങ്ങമുഡോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നടത്തി വിജയിച്ച ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടെ പറയുന്നതല്ല. ഇതൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഈ അടുത്ത് അപകടം നടന്നടക്കമുള്ള കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ നടക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ തുടങ്ങിയവരോ ആദ്യം ചിന്തിക്കേണ്ടത് അത് അവർ ഒരു ഫാമിലി ആയിട്ട് ആ ഒരു സ്ഥലം സന്ദർശിച്ചാൽ അവർക്കുണ്ടാകുന്ന ഹാപ്പിനെസ്സും അവർക്കുണ്ടാകുന്ന അനുഭവത്തെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ആൾക്കാർ കണക്കാക്കുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചെന്ന് അതിനകത്ത് എൻജോയ് ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഇപ്പം നമ്മളൊരു ചെറിയൊരു പ്രദേശത്താണെങ്കിൽ നമുക്ക് ഒരു ലൊക്കേഷൻ എവിടെ നിന്നൊക്കെ ആൾ വരും. ഇപ്പം നമ്മളൊരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി,
അവരുടെ ഒരു സറൗണ്ടിങ് ഉണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്താകാം, ഒരു ഡിസ്ട്രിക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു താലൂക്ക് ആകാം, ഒരു അത്ര ഏരിയയിൽ നിന്ന് മാത്രമേ അവർക്ക് ആളേക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളൊരു വലിയ തോതിൽ ചെയ്താലേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഏരിയയിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ഉൾക്കൊള്ളാനോ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഒന്നിലോ നമ്മളിത് തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ ടൂറിസ്റ്റുകളെ കിട്ടും. ഇപ്പോൾ നമ്മൾ പലതരത്തിലും പല സ്ഥലങ്ങളിലും അങ്ങനെ ഈ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കാത്തതിൻ്റെ കാരണം എവിടെയെങ്കിലും പോയി ആ സ്ഥലം നല്ലതായതുകൊണ്ട് അവിടെ തുടങ്ങുന്നതിൽ അർത്ഥമില്ല. അവിടേക്ക് ആൾക്കാരെങ്ങനെ എത്തും എന്നുള്ളതിനെപ്പറ്റി ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ കോഴിക്കോട് നിന്നോ ഒക്കെ ഒരു ടൂറിസ്റ്റ് നമ്മുടെ കോട്ടയത്തെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരണമെങ്കിൽ അവർ ഏകദേശം ഒരു 10,000-ലധികം രൂപ ഡീസൽ ഒഴിച്ചാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ അവിടെ എൻജോയ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അത് ലോസാണ്. അവരതങ്ങനെ ചെയ്യില്ല. നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ അവിടെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം തേക്കടി ചെന്നാലോ അല്ലെങ്കിൽ കോവളത്ത് ചെന്നാലോ അല്ലെങ്കിൽ കുമരകത്തോ ആലപ്പുഴയിലൊക്കെ ചെന്നാൽ ഒന്നല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റിയിൽ അവിടെ പങ്കെടുക്കാൻ കഴിയുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനെ ഒരു ഹബ്ബായിട്ട് കണ്ടുകൊണ്ട് അവിടെ നിന്ന് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പോയതിപ്പോൾ സ്പ്രെഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് പല സ്ഥലത്തും ഉണ്ടെന്ന് ചെയ്ത് ഒരുപാട് ആൾക്കാർ അതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അത് വിജയിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ കാരണം ഇതാണ്, അവർ വിചാരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അവിടെ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ അങ്ങ് എത്തും എന്നുള്ളതാണ്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമുക്ക് ആൾക്കാരെ പഠിക്കണം. നമ്മൾ ആണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ, വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോകുന്നെങ്കിൽ നമുക്കത് മുതലാവുമോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടേ അങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ ആലോചിക്കാവുന്നതാണ് അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഒരു കൃഷിയാണ്, ഒരു കൃഷി ഇടം നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഫാം നടത്തുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങി ഒരു ഫാം നടത്തി അവിടെ ടൂറിസത്തിൻ്റെ എലമെൻറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരെ ഇവിടെ നമ്മൾ ശരിക്കും കേരളത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളിപ്പോൾ നെയ്യുന്നത് കാണിക്കുന്നതോ കയറ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് വലിയ കൗതുകത്തിലും ശാസ്ത്രമായ എന്തോ കാര്യമാണെന്നുള്ളത്. ഒന്നുമില്ല, അവർക്ക് പുച്ഛമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ടെക്നോളജി ഇത്രയും വളർന്നു, ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതുകൊണ്ട് വരുമാനം, ഒരു ഷോ എന്നുള്ള രീതിയിലാണെങ്കിൽ അവരത് മനസ്സിലാക്കും. പക്ഷേ ഇതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നതെന്ന് കാണിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയർ കയറ് നമുക്ക് യന്ത്രവൽകൃതമായ സംവിധാനങ്ങളുള്ളപ്പോൾ ഈ ജനങ്ങളെ സഹായിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പോലും നമ്മുടെ ജനതയെ പോലും അത് അവമാനിക്കുന്ന രീതിയിലേക്കാണ് ശരിക്കും വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും നമ്മൾ ആ അവരെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ഹൈജീനിക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോജക്റ്റിൽ അത് ചെറുതുമായിട്ട് ഒരു 10 സെൻറ്റിലായാലും ശരി, 1 ഏക്കറിലായാലും ശരി, 100 ഏക്കറിലായാലും ശരി, അത് ഏറ്റവും വൃത്തിയായി ഏറ്റവും ഭംഗിയായി ഒരു രീതിയിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ വേസ്റ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ വൃത്തിയായി ഇടുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. വൃത്തിയുള്ള സ്ഥലത്തെ ആൾക്കാർ വരുള്ളൂ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഇപ്പോൾ നമ്മൾ ഞാൻ മാങ്ങുമ്പഴസ് തുടങ്ങുന്ന കാലത്ത് പലരും പറഞ്ഞു എന്തിനാണ് ഇൻ്റർലോക്ക് ഇടുന്നത്, മണ്ണിട്ടുകൂടെ. പക്ഷെ നമ്മളിതൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഒരു വിദേശത്ത് നിന്ന് വരുന്നൊരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിയുടെ കാലിലും മണ്ണോ ചെളിയോ പറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ ട്രഡീഷനാണ്, നമ്മളുടെ മണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൂറിസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വരുന്നവരുടെ മാനസികാവസ്ഥയാണ്. വരുന്നവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവരിൽ ഒരാളായി മാറി നമ്മളാണ് അവിടെ ചെല്ലുന്നെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതികൾ, അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏറ്റവും ഹൈജീനിക്കായി ഏറ്റവും ആധുനികമായി നമുക്ക് ചെയ്യാൻ കഴിയണം. അത് ചെറുതായിക്കോട്ടെ, ചെറിയ തോതിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് വൃത്തിയായി ഭംഗിയായും വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ നല്ല രീതിയിലുള്ള നമുക്ക് റിവ്യൂ തരും. ആ ഒരു റിവ്യൂ കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ബിസിനസ്സിലേക്ക് പോകാൻ കഴിയും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ, രണ്ടാമത് നമ്മുടെ വൃത്തിയും അത് എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. മൂന്നാമത് ബാക്കി നല്ല തന്നെ വന്നോളൂ. നമ്മൾ മാർക്കറ്റൊന്നും ചെയ്യണ്ട, തന്നെ ജനങ്ങൾ മാർക്കറ്റ് ചെയ്യും. മാങ്ങോസിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്തത് നമ്മളല്ല, ജനങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിലേക്ക് നമുക്ക് ചെറുതും വലുതുമായ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാരണം അത് ടൂറിസ്റ്റുകൾ ചെയ്തോളും. നമ്മളത് നല്ല രീതിയിൽ സെർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്.